Hello guys, welcome back to the channel. Let's start our survival let's play series. ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് സ്ലാഷ് മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ആണ്. അതിലെ ലെസ് പ്ലേ ആണ് ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മരം അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് തുടങ്ങാം. അതല്ലേ എല്ലാ മൈൻക്രാഫ്റ്റിൻ്റെയും സർവേ സീരീസിൻ്റെ തുടക്കം. Let's cut this tree down. Okay. And explore. വല്ല ആടിനെയും കിട്ടുമോ നോക്കട്ടെ. എന്നാൽ പിന്നെ രാത്രി ഉറങ്ങാലോ, അല്ലാതെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ഓക്കെ. ഓ, ജംഗിൾ അടുത്തുണ്ട്. കുറച്ച് സീഡ്സും കളക്ട് ചെയ്യണം ഫോർ ഫാമിങ്. ഓഫ് കോഴ്സ് ലെറ്റ്സ് മേക്ക് സം ബേസിക് ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു അയൺ പിക്കാക്സ് അല്ലേ, അയണോ എടാ, കുറേ കാലം കളിച്ചിട്ടേ അതുകൊണ്ട് ഇപ്പോൾ എന്ത് ഏതാണെന്നൊന്നും അറിയില്ല. ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും. ഇത് ഞാൻ കുറേ കാലമായി കളിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാനത് പുതിയ കൺട്രോൾസ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രക്കും സ്ലോപ്പി, അല്ലെങ്കിൽ PvP പ്രോ. പിന്നെ കൺട്രോൾസിൻ്റെ ഒന്ന് യൂസായിട്ട് വരുമ്പോൾ തന്നെ ഉള്ള എല്ലാം സെറ്റാവാം. ഏതായാലും നമുക്ക് ആഡളെ തള്ളിക്കൊള്ളാം. 1 2. ഓക്കെ, ആഡളെ കാണാൻ തന്നെ ഇല്ല. ഇനി മിക്കവാറും എവിടുന്നെങ്കിലും ഒക്കെ ഒപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ കുഴിച്ച് കടന്നു തുടങ്ങി. അതാ സീലിംഗ് പൊട്ടിച്ച് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കുഴിച്ച് കടന്നു തുടങ്ങേണ്ടി വരും. അതാ അപ്പോൾ അവസ്ഥ. ആടുകളെ കാണുന്നതന്നെ അല്ലല്ലോ, ഇനി എന്താ ചെയ്യുക. ഏതായാലേ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വല്ലതും കാണണമെങ്കിൽ ഞാൻ അറിയിക്കാം. ഈ സാധനം പുതിയതായിട്ട് വന്നതല്ലേ, ഇതെന്താ ഇതിൻ്റെ പേരെന്താ വെച്ചറിയില്ല. എന്നാലും ഈ സാധനം ഈ മിന്നണേ രാത്രിയാകുമ്പോൾ മിന്നിയിരുന്നേ മിന്നിച്ചെടി പുതിയ വന്നതല്ലേ, മിക്കവാറും ഇപ്പോൾ രാത്രിയാവും. അങ്ങനെ ആടുകളെ ഒരു ആടിനെ പോലും കിട്ടാതെ രാത്രിയായിരിക്കുകയാണ്. ഇനി വല്ലയിടത്തും പോയി കുയിക്കട്ടെ, എന്നിട്ട് കിടന്നുറങ്ങട്ടെ. കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഏപ്പിക്ക് നിൽക്കാം, അതാണ് പ്ലാൻ. ഓക്കെ, ഇവിടെ നിന്ന് നേരെ കാണാം. സൂര്യോദയം കാണാൻ പറ്റില്ലെങ്കിലും ചന്ദ്രൻ അസ്തമിക്കുന്നത് കാണാം. ലെറ്റ്സ് ഡിഗ്. ഇവിടുന്ന് കുറേ സ്റ്റോണൊക്കെ കളക്ട് ചെയ്തിട്ടേ ടൂൾസും ഉണ്ടാക്കാം ഏതായാലും ആ ടൈമിൽ. പിന്നെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ വല്ല കയ്പത്തരവും കാട്ടിക്കാം. വെരി ഇസ് സ്റ്റോൺ. ഓക്കെ, ഇനി ഇത് നടക്കട്ടെ. ഒരു 2 ബ്ലോക്ക് വെച്ചാൽ മതി. മോബ്സൊന്നും സ്പോണായിട്ടില്ല അടുത്തൊന്നും, എന്നാലും 2 ബ്ലോക്ക് വെക്കട്ടെ. ഞാനേ പോലെ ലോറി ഞാൻ പുറത്ത് പോയിട്ട് അതല്ലേ പണി. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റോൺ കളക്ട് ചെയ്തു. സ്റ്റോണല്ല, കോബിൾസ്റ്റോൺ കളക്ട് ചെയ്തു. സോഡ് ഉണ്ടാക്കി. ഇനി പിക്കാക്സ് ഉണ്ടാക്കണം. കോബിൾസ്റ്റോൺ പിക്കാക്സ്. ഓ, ഈ സാധനത്തിൻ്റെ പേരെന്താ? എന്താ പിന്നെ പേര്? കുന്തം. ടാപ്പീൻ്റെ കുന്തം. അതും ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ടൈം ഈസ് പാസിങ് ബൈ. The next day. രാവിലെയായി. അങ്ങനെ പണിയെടുത്ത് ഞാനേ കൊയങ്ങി. പുറത്തേക്ക് നടാക്കാൻ കേട്ടെ, എന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇത് സ്പൈഡറല്ലേ അവിടെ കിടക്കുന്നേ? എന്താ അപ്പി? സോംബി വിത്ത് ആർമർ. ലെറ്റ്സ് റൺ. ഓക്കെ, ചാട്. ഓക്കെ 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 ഓക്കെ. പോട്ടെ 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 പോട്ടെ. ഇനി വല്ല കേവോ കാണാണെങ്കിൽ ഞാൻ അറിയിക്കാം. there is a sheep. Wait, let's kill that before we explore. Okay, അജത്തു ഇനിയുണ്ടോ ഷീപ്പുകൾ? ഇല്ലല്ലേ. ലെറ്റ്സ് ചെക്ക് ഔട്ട്. അപ്പോൾ നമ്മളൊരു കേവ് കണ്ടുപിടിച്ചേക്കാണ്. ഇത് സവന ഭയമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അപ്പോൾ ഇനി കേവ് കയറി മെയിൻ ചെയ്ത് അയൺ ആർമർ ഒന്ന് ഒപ്പിക്കാൻ നോക്കാം. കോൾസ് മൈൻ കോൾ മെയിൻ ചെയ്തിട്ടുണ്ട്, ഇനിയുണ്ട് കോള്. അതിന് മുന്നേ ഞാൻ ഒരു ബെഡ് ഉണ്ടാക്കി റീസ്പോൺസ് പോയിൻറ്റ്സ് ചെയ്യട്ടെ. ഓക്കെ, ലെറ്റ്സ് മേക്ക് എ ബ്രെഡ്. അതാണ് മെയിൻ. ബെഡില്ലെങ്കിൽ പിന്നെ എന്ത്. രണ്ടെണ്ണം ഉണ്ടാക്കാനായി ഇപ്പോൾ വൂളൊക്കെ. ഫസ്റ്റ് ദിവസം വെച്ച് 2 വൂള്, ഒന്നുപോലും എക്സ്ട്രാ കിട്ടിയില്ല. അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ വേണ്ടാത്ത ടൈമിൽ തന്നെയുള്ളല്ലോ ഓരോന്ന് കിട്ടുക. ദാറ്റ്സ് ഹൗ ലൈഫ് ഗോസ്. എനിക്കറിയില്ല ഇതെത്ര എൻഗേജിങ് ആണ്, എന്നാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ടെക്സ്ചർ പാക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഡാർക്ക് മോഡ് ആൻഡ് കോർഡിനേറ്റ്സ് താഴെയായിട്ടാണ് വരുന്നത്. ടോർച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിവിടെ സ്പോൺ അടിക്കട്ടെ. എങ്ങാനും ചാവാണ് ഇങ്ങോട്ട് തന്നെ വരാമല്ലോ. വെറുതെ സ്പോൺ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ വരണ്ടല്ലോ. ഇങ്ങനെ വീണ്ടും രാത്രി ആയിരിക്കുകയാണ്. ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. എണീറ്റു അങ്ങനെ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഇവിടെ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല. സോംബി ഫസ്റ്റ്. 1 ഷോട്ട്. എൻ്റെ ഒരു പവറേ, ഞാൻ പറഞ്ഞില്ലേ PvP സ്കില്ല് വലുതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ വെറുതെ പറയുന്നില്ല. എന്നാ ഇതാക്കി. ഇത് മറ്റേൻ്റെ കണക്ഷനാവുന്നു. അതിൻ്റെ കണക്ഷൻ തന്നെയാണ്. ഇത് മെയിൻ ചെയ്യട്ടെ. ഓക്കെ, ഇത് മെയിൻ ചെയ്തു. ഇനി കോപ്പർ മെയിൻ ചെയ്യട്ടെ. ഞാൻ കോപ്പറൊക്കെ മെയിൻ ചെയ്തു, കാരണം പുതിയ അപ്ഡേറ്റിൽ നമുക്ക് കോപ്പർ ആർമർ ഉണ്ടാക്കാം. അപ്പോൾ കുറേ ആർമറും ടൂൾസൊക്കെ ഉണ്ടാക്കിയാൽ സ്റ്റോണിൻ്റെ ആർമർ ഉണ്ടാക്കണ്ടല്ലോ. അയൺ. ആകെ കിട്ടിയത് എനിക്ക് 2 എണ്ണം. സ്കെൽട്ടൺ. ഈ വെൻട്രോക്കത്തുള്ള സ്കെൽട്ടൻ്റെ സ്കില്ല് എന്ന് പറഞ്ഞാലേ ഭയങ്കരമാണ്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ചത്തുപോയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ ലൂട്ട് തിരിച്ചെടുക്കാനും അതിനെ കൊല്ലാനും ശ്രമിക്കാം. അയ്യോ, ഇത് എത്ര മിനിറ്റ് എടുത്തുവെന്ന് വെച്ചാൽ അറിയില്ല. ഞാനത് സ്പീഡിലായിട്ട് കാണിച്ചിരുന്നത്, കാരണം മിനിമം 10 മിനിറ്റെങ്കിലും വെച്ച് ഇവിടെ എടുത്തിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ 5ാമത്തെ വട്ടം ചത്തു, 6ാമത്തെ വട്ടം ചത്തു. 6 വട്ടം ചത്തിട്ടാണ് എനിക്ക് എൻ്റെ സാധനങ്ങൾ തിരിച്ചിട്ടണേ. എന്താ അല്ല എൻ്റെ അവസ്ഥ. ഈ വീഡിയോ അതേക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അടുത്ത എപ്പിസോഡ് ഇതിക്കും ബെറ്ററാക്കാൻ നോക്കാം. ഇവിടെ ഒരു വലിയൊരു കേവിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. റീസ്പോൺ പോയിൻ്റ് അടിച്ച് വെക്കട്ടെ. റീസ്പോൺ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് വാല്യുബിൾസ് എല്ലാതും എടുത്തും വെക്കട്ടെ. അല്ലാതെ നടക്കില്ല മകനെ. ഓക്കെ, ഒരു ചെസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, now let's put our valuables. എല്ലാതും കഴിഞ്ഞപ്പോൾ ഇനി രാത്രി ഇനി കടന്നിറങ്ങിയിട്ട് പണിക്കിറങ്ങാം. തൊഴിലുറപ്പിൻ്റെ പണിയാണല്ലോ എനിക്ക്. സോ രാവിലെ ആയി. ഇനി എന്താ ഇപ്പം പണി ചോദിച്ചാൽ, ആ കേവ് എക്സ്പ്ലോർ ചെയ്യുക, അവിടെ അയണ് കിട്ടുകയാണെങ്കിൽ സെറ്റപ്പാക്കുക. അതൊക്കെ തന്നെയാണ് മെയിൻ. ഒരു സോഡും കൂടി ഇരുന്നോട്ടെ കരുതലിന്. ഈ കോളൊക്കെ മൈൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ഞാൻ. അടിക്ക് ഇനിയുണ്ട് കോള്. ഓക്കെ ലെറ്റ്സ് മൈൻഡ്. എന്തോ ലക്കിയാണ് മാൻ. ഇതിപ്പോൾ തൊട്ടല്ലേ ഇപ്പോൾ ഞാൻ ചാവണേ. എന്താണ് മാൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്താ ചെയ്യുക? എന്താ അത്, ഞാൻ ഇറങ്ങിപ്പോവാ. ഇതിപ്പോൾ എങ്ങനെ എടുക്കുക?
ഇവിടേക്കൊരു ഡേട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് സാധനം എടുക്കട്ടെ. അടിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ നോക്കട്ടെ. യോ മാൻ, അയ്യോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഡൗൺ. കാണുന്നുണ്ടോ വല്ല എക്സ്പീൻ്റെതോ? ഓ അവിടെ തിളങ്ങുന്നുണ്ട്. ഓ ബഗ് മാൻ, ബഗ്ഡ് ഓക്കഡേഷൻ ചെയ്യാൻ സെക്കായി നിൽക്കണുണ്ടല്ലേ. ഇതിന് മുന്നേ മറ്റേ പിങ്കിൻ്റെ ഒരു സാധനമായിരുന്നു, ഫുള്ള് റോസ് കളർ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്കറിയാം ഇവിടെ പിന്നെയും ചാവണവരുണ്ടാവും. സത്യം പറഞ്ഞാൽ അത് 8ാമത്തെ തട്ടാ തോന്നണു. എന്നിട്ടും ഞാൻ എന്നാണ് കൊടുത്തത്. നമുക്ക് അവസാനം നമുക്ക് ഡെത്ത് കൗണ്ട് 8 ഓഫ് ക്യാമിൽ ഈ സ്ഥലം ഫുള്ള് ഞാൻ ലൈറ്റപ്പ് ചെയ്യും, അത് ഉറപ്പാണ്. അതേമാതിരി ഒരു കോപ്പർ ആർമറും കൂടി ഉണ്ടാക്കും. എന്നാലേ ഉള്ളൂ എനിക്ക് ഈ ഡെത്ത് ഫ്ലാഗ്സൊക്കെ മറക്കാൻ കഴിയുക. ഞാൻ ഇപ്പം തന്നെ 8 വട്ടം ചത്തു, എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ. ക്യാമറ ഓക്കെ. ബൈ ഗൈസ്, ബൈ.